ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ മലയാളം വീഡിയോകളാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ചില വീഡിയോകൾ ഇംഗ്ലീഷിലാണ് ഓഡിയോ വരുന്നത് അല്ലേ. എന്നാൽ ആ ചാനലിലെ തന്നെ മറ്റ് വീഡിയോകൾ ചിലപ്പോൾ അത് മലയാളത്തിൽ തന്നെയായിരിക്കും ഓഡിയോ വരുന്നുണ്ടാവുക. ചില വീഡിയോകൾ മാത്രം ഇങ്ങനെ ഇംഗ്ലീഷിൽ കേൾക്കുന്നു. അത് എന്താണ് കാരണമെന്ന് വെച്ചാൽ യൂട്യൂബിലെ സെറ്റിംഗ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണത്. യൂട്യൂബിൻ്റെ സെറ്റിംഗ്സിൽ ചിലപ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് പിന്നീട് അവർ ശരിയാക്കാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മലയാളത്തിലുള്ള വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ അത് മലയാളത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെയുള്ള ഒരു ഷെയർ ബട്ടൺ വീഡിയോയ്ക്ക് താഴെയായിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാം. അതുവഴി അവർക്കും അത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ഇംഗ്ലീഷിലെ ഓഡിയോ എങ്ങനെ മലയാളത്തിലേക്ക് മാറ്റാമെന്ന് നോക്കാനായിട്ട് നമുക്ക് നേരെ യൂട്യൂബിൻ്റെ സ്ക്രീനിലേക്ക് പോകാം. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്ന തമ്പനയിൽ ഉണ്ടല്ലോ, അത് എൻ്റെ തന്നെ ഒരു വീഡിയോയാണ്. അത് ഈ ചാനലിലെ വീഡിയോ അല്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ വീഡിയോയ്ക്ക് താഴെയുള്ള ടൈറ്റിൽ കണ്ട അതിൻ്റെ താഴെ കാണാം ഫ്ലേമിംഗ് തിങ്സ് എന്നൊരു ചാനൽ എനിക്കുണ്ട്. അത് സിനിമകളുടെ റിവ്യൂ ചാനലാണ്. അപ്പോൾ അതിൽ എല്ലാ ഭാഷകളിലുള്ള സിനിമകളുടെയും റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ ഫ്ലേമിംഗ് തിങ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ആ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിലെ വീഡിയോകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ആ ചാനലിലെ വീഡിയോകളും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ചാനലിൽ ഞാൻ അടുത്തിറങ്ങിയ പർദ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തമ്പനയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ആ ടൈറ്റിലിൻ്റെ കുറച്ചുകൂടി താഴെയായിട്ട് കണ്ടില്ലേ, ഓട്ടോ ഡബ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാണുന്ന വീഡിയോകളുടെ തമ്പനയിലിൻ്റെ താഴെ ആ ടൈറ്റിലിൻ്റെയും താഴെയായിട്ട് ഇതുപോലെ ഓട്ടോ ഡബ്ഡ് എന്നാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോ മലയാളത്തിലുള്ള വീഡിയോ ആണെങ്കിൽ പോലും ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ഓഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എന്ന് ആ തമ്പനയിലിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. Muslim brothers and sisters, so I went to this movie. But it's not like that, no. This movie has nothing to do with Muslim events. കണ്ടില്ലേ, ശരിക്കും ഞാനിവിടെ ആ വീഡിയോയിൽ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഡിയോ ഇംഗ്ലീഷിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ആ ചാനലിൻ്റെ കണ്ടന്റ് ക്രിയേറ്ററായ ഞാൻ അതിൽ എന്തെങ്കിലും സെറ്റിങ്സിൽ മാറ്റം വരുത്തിയത് കൊണ്ടല്ല, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയത് കൊണ്ടുമല്ല. മറിച്ച് യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണത്. തീർച്ചയായിട്ടും അത് വൈകാതെ അവർ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ കേൾക്കേണ്ട വീഡിയോകൾ ഇംഗ്ലീഷിലാണ് ഓഡിയോ വരുന്നത് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ മുകളിൽ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ സ്ക്രീനിൽ ഇതുപോലെ കുറേ ഓപ്ഷനുകൾ വരുന്നതാണ്. ആ ഓപ്ഷനുകളിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ആ മൂലയ്ക്ക് ഒരു ചക്രം പോലെ ഒരു ബട്ടൺ കാണുന്നില്ലേ, അതാണ് സെറ്റിംഗ്സിന്റെ ബട്ടൺ. അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫോണിന്റെ താഴെ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ കുറേ ഓപ്ഷനുകൾ ഇതുപോലെ കാണാം. ആ ഓപ്ഷനുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് നാലാമതായിട്ട് ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷനുകളുള്ള ഒരു ബോക്സ് ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ മുകളിൽ മലയാളം ഒറിജിനൽ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പം ശരിക്കും ഈ വീഡിയോ മലയാളത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ താഴെയോ ഇംഗ്ലീഷ് എന്ന് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു റൈറ്റ് മാർക്കും കാണിച്ചിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ഭാഷയാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മലയാളം ഒറിജിനൽ എന്ന് കാണുന്നില്ലേ, അതിലിങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ശരിക്ക് പർദ്ദാന്ന് പേര് വെക്കുന്നതിനേക്കാളും ഷാൾ എന്ന് പേര് വെച്ചിരിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഷാളാണ് ഈ സിനിമയില് ഈ കഥയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ കേട്ടില്ലേ, ആ വീഡിയോയുടെ ഒറിജിനൽ ഭാഷയായ മലയാളം ഓഡിയോയിലേക്ക് തന്നെ ആ വീഡിയോ മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ സ്ക്രീൻ ഒന്ന് മുകളിലേക്ക് നീക്കി കാണിക്കാം. എൻ്റെ മറ്റൊരു വീഡിയോ ഇവിടെ താഴെ കാണുന്നുണ്ട്. ഇതും ആ ചാനലിലെ വീഡിയോ തന്നെയാണ്. ഇപ്പം അടുത്തിറങ്ങിയ ഹൃദയപൂർവ്വം സിനിമയുടെ റിവ്യൂ ചെയ്ത വീഡിയോയാണ്. ആ വീഡിയോയ്ക്ക് താഴെ ആ ടൈറ്റിലിൻ്റെ താഴെയായിട്ട് ഓട്ടോ ഡബ്ഡ് എന്ന് കാണുന്നില്ല. അപ്പോൾ ഒരേ ചാനലിലെ ചില വീഡിയോകളിലെ അങ്ങനെ ഓട്ടോ ഡബ്ഡ് എന്ന് കാണുന്നുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും വീഡിയോ ഇതേപോലെ ഓട്ടോ ഡബ്ഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ ഭാഷ മാറ്റാനായി ഇപ്പം ഞാൻ കാണിച്ച പോലെ ചെയ്താൽ മതിയാകും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുപോലെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.